40 വർഷം മുമ്പ് താൻ നടത്തിയ കൊലപാതകം പ്രതി വെളിപ്പെടുത്തുകയും മരിച്ചയാളെ തിരിച്ചറിയുകയും ചെയ്ത സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങി പോലീസ്. താമരശ്ശേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. 40 വർഷം മുമ്പ് കൂടരഞ്ഞിയിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്ന മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ മരിച്ച ആളെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ബന്ധപ്പെട്ടവരുടെ മൊഴികളും ചേർത്ത് താമരശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം സൂചിപ്പിച്ചു. അന്ന് കൊല്ലപ്പെട്ടത് കണ്ണൂർ പടിക്കാപ്പറമ്പിൽ മോഹനനാണെന്ന് കഴിഞ്ഞ ദിവസമാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. 4 പതിറ്റാണ്ട് മുമ്പ് നടന്ന കൊലപാതകത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ മരിച്ച ആളെ കണ്ടെത്തൽ ഏറെ ശ്രമകരമായിരുന്നുവെന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം പറഞ്ഞു. ആകെ തെളിവായുള്ളത് അന്നത്തെ പത്രത്തിൽ വന്ന അജ്ഞാത മൃതദേഹത്തെക്കുറിച്ചുള്ള വാർത്ത മാത്രമായിരുന്നു. തിരുവമ്പാടി പോലീസ് ഇൻസ്പെക്ടർ കെ പ്രജീഷും സംഘവുമായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത്. തുടർന്ന് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. 1 വർഷമായി മരിച്ചയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. മുഹമ്മദ് അലിയുടെ ആദ്യ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് കൊല്ലപ്പെട്ട ആളുടെ രേഖാചിത്രം വരച്ചിരുന്നു. വെള്ളത്തിൽ വീണ് മരിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെടുക്കുമ്പോൾ 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. അതിനാൽ കൃത്യമായി മുഖം തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കൊല്ലപ്പെട്ടത് മോഹൻ തന്നെയെന്ന് ബന്ധുക്കളും സ്ഥിരീകരിച്ചത്. ജാമ്യത്തിലിറങ്ങി വേങ്ങരയിൽ കഴിയുന്ന മുഹമ്മദ് അലി എന്തു ശിക്ഷയും അനുഭവിക്കാമെന്ന മാനസികാവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.